ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ UAE ഘടകത്തിൻ്റെ സമ്മേളനത്തിൽ തികഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. സന്തോഷത്തിൻ്റെ കാരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞാൻ പഠിച്ച കോളേജിലെ സംഘടന എന്നുള്ളത് മാത്രമല്ല, ഒട്ടനവധി പഴയ കൂട്ടുകാരെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും ആ സന്തോഷത്തിൻ്റെ കാരണമാണ്. 200 വർഷമെന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ല, അതൊരു വലിയ കാലയളവാണ്. ആ 200 വർഷങ്ങൾ കോട്ടയത്തെ CMS കോളേജ് കോട്ടയത്തെ മാത്രമല്ല കേരളത്തെയും രൂപപ്പെടുത്തിയെടുത്ത 200 വർഷങ്ങളാണ്. കേരളത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ഇംഗ്ലീഷിൻ്റെ വ്യാകരണം പഠിപ്പിക്കുകയും ചെയ്തത് CMS കോളേജാണ്. അങ്ങനെയുള്ള ആ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിന് ആദ്യമായി ഒരു മലയാള നിഘണ്ടു സംഭാവന ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണത്തിൽ താമസമാക്കി മലയാള ഭാഷ പഠിക്കുക എന്നത് മാത്രമല്ല, അതിനിടയിൽ സംഭവിച്ച ഒട്ടനവധി വ്യക്തിപരമായ ദുരന്തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ വെച്ച് മരിച്ചു, കുടുംബാംഗങ്ങളിൽ പലരും രോഗബാധിതരായി. ആ സന്ദർഭങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് നിസ്തുലമായൊരു സേവനം ചെയ്യാൻ ബെഞ്ചമിൻ ബെയ്ലി തയ്യാറായത്. അപ്പോൾ കേരളത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന മഹത്തായ കർത്തവ്യം ഏറ്റെടുത്ത ഒരു കോളേജിൽ നിന്നാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ നിഘണ്ടു ഉണ്ടായത്. ഈ 200 വർഷങ്ങൾ കോട്ടയത്തും പരിസരത്തുമുള്ള ആളുകളുടെ മേൽ ഈ കോളേജ് ചെലുത്തിയ സ്വാധീനം നമ്മളൊന്നും അറിയാതെ നമ്മളുടെ എല്ലാം ജീവിതത്തിലും നമ്മളുടെ മനസ്സിലും നമ്മളുടെ മനോഭാവങ്ങളിലുമെല്ലാം ചെലുത്തിയിട്ടുള്ള സ്വാധീനം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ആ കോളേജിൽ പഠിച്ചുപോയി. ഈ കോളേജ് നമുക്ക് ചെയ്ത നിസ്തുലമായ സംഭാവന എന്താ? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും ഏറ്റവും മെച്ചപ്പെട്ട ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഈ കോളേജ് നൽകിയില്ലേ? എൻ്റെ കാര്യം പറഞ്ഞാൽ, കോട്ടയത്തെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് MA വരെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ചെലവില്ലാതെ കിട്ടി എനിക്കല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ വാതിക്കലൊരു കോളേജ്, നമുക്ക് പോകാൻ പറ്റുന്ന അകലത്തിൽ. ഇന്ത്യയിൽ മറ്റെവിടെയും കിട്ടുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഈ കോളേജ് നൽകി എന്നുള്ളതാണ് ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ സംഭാവന. അങ്ങനെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയ ഒരാളാണ് KR നാരായണൻ. കോട്ടയത്ത് നിന്ന് 19-20 കിലോമീറ്റർ അകലെയുള്ള ഉഴവൂരിൽ നിന്ന് അദ്ദേഹം നടന്നു വന്ന് കോളേജിൽ പഠിച്ചിട്ട് പോയി. അങ്ങനെ നടന്നു വന്ന് കോളേജിൽ പഠിച്ചിട്ട് പോയ KR നാരായണനാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ അന്നും ഇന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിക്കുകയും ഹാരോൾഡ് ലാസ്കിയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും വിസ്തൃതനായ ഒരു അധ്യാപകന്റെ ശിഷ്യനായിരിക്കുകയും വത്സല ശിഷ്യനായി മാറുകയും ഒക്കെ ചെയ്തത്. അതൊക്കെ ചരിത്രമാണ്. ഹാരോൾഡ് ലാസ്കി അന്ന് ലോകത്തിലെ 3-ാം ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഹാരോൾഡ് ലാസ്കി. അങ്ങനെയാണ് KR നാരായണൻ പഠിത്തം കഴിഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ ഹാരോൾഡ് ലാസ്കി ഒരു കത്ത് കൊടുത്തയച്ചു നെഹ്റുവിന്, നാരായണനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. ആ KR നാരായണനെ നെഹ്റു നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത് ഇന്ത്യയുടെ വിദേശകാര്യ സർവീസിലേക്ക് എടുത്തു.
ചരിത്രം അവിടെയും തീരുന്നില്ല. ചരിത്രം പിന്നെയും പിന്നെയും KR നാരായണന് വേണ്ടി കാത്തു കിടക്കുകയായിരുന്നു, അല്ലേ? വളരെ രസകരമായ ഒരു കാര്യം, ഒരിക്കൽ ഹനുമന്തയ്യ എന്ന പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പണ്ഡിറ്റ് നെഹ്റുവിന് എഴുതി, ഇന്ത്യയുടെ വിദേശകാര്യ സർവീസിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറവാണ്, അത് പരിഹരിക്കണം പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞു. അപ്പൊ നെഹ്റു ഹനുമന്തയ്യക്ക് ഒരു മറുപടി എഴുതി. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ദളിതനാണെന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ അംബാസഡറായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരാളെ പിടിച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയുടെ അംബാസഡർമാരായി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അംബാസഡർമാരിലും വെച്ച് ഏറ്റവും മിടുക്കൻ ഒരു ദളിതനായിട്ടൊരാളാണ്, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നയാൾ. പേര് പറഞ്ഞില്ല, അത് KR നാരായണനായിരുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, KR നാരായണന്റെ വ്യക്തിപരമായ എല്ലാ സവിശേഷതകളും വെച്ച് അദ്ദേഹത്തിന് ഈ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നെത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവമെങ്കിലും അതിനുള്ള ആ ചവിട്ടുപടി ഒരുക്കി കൊടുത്തത് ഈ CMS കോളേജാണ്. അതായത് അറിവിന്റെ ഒരു ജനാധിപത്യവൽക്കരണം CMS കോളേജുമായി ബന്ധപ്പെട്ട് നടന്നു, അല്ലേ? ഈ സമൂഹത്തിലെ ഉന്നതന്മാർക്കും വലിയ കുടുംബങ്ങളിൽ പിറന്നവർക്കും പ്രമാണിമാർക്കും അവരുടെ മക്കൾക്കുമെല്ലാം മാത്രമായി ഒതുങ്ങിയിരുന്ന വിദ്യാഭ്യാസം കോട്ടയത്തും പരിസരത്തുമുള്ള എല്ലാ സാധാരണക്കാരന്റെ വീടുകളിലേക്കും എത്തിച്ചത് CMS കോളേജാണ്. വെറും വിദ്യാഭ്യാസമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏത് സ്ഥലത്തും കിട്ടുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, ഈ നാട്ടിലെ ഏറ്റവും മികച്ച അധ്യാപകർ, നമ്മുടെ നാട്ടിലെ ഏത് സ്ഥലത്തുമുള്ള ഏറ്റവും വലിയ അധ്യാപകരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന അധ്യാപകർ ഈ ക്യാമ്പസിൽ നിന്ന് പോയവരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. TR സുബ്രഹ്മണ്യമയ്യരെ പോലെയുള്ള ഒരാൾ, ഇംഗ്ലണ്ടിൽ ഷേക്സ്പിയറെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനേക്കാളും മികച്ചതായിട്ട് TR സുബ്രഹ്മണ്യർ CMS കോളേജ് ക്യാമ്പസിൽ ഷേക്സ്പിയർ പഠിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രൻ കൃഷ്ണയ്യർ സാറ് നമ്മളെല്ലാം പഠിപ്പിച്ച സാറ്, അമ്പലപ്പുഴ രാമവർമ്മയെ പോലെയുള്ള ഒരു അധ്യാപകൻ, CA രാമൻ നായരെ പോലെയുള്ള ഒരു അധ്യാപകൻ, ജോർജ് കോശിയെ പോലെയുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപകന്റെ കീഴിൽ ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. കുറച്ചുനാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മുരളി ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഒറ്റയ്ക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്ത നമ്മുടെ പത്രങ്ങളിൽ വരികയുണ്ടായി. അപ്പം എനിക്കതൊരു അത്ഭുതമായി തോന്നിയില്ല. കാരണം CMS കോളേജിൽ പഠിച്ച ജോർജ് കോശി സാറിന്റെ കീഴിലിരുന്നിട്ടുള്ള ഒരാൾക്കും അത് അത്ഭുതം തോന്നാൻ കാര്യമില്ല. എന്താ അത്? വിസ്തൃതമായ ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളെല്ലാം ജോർജ് കോശി സാറ് അനായാസമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഓരോ കഥാപാത്രത്തെയും എത്ര തന്മയത്വത്തോടു കൂടിയാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ തലമുറയായി വന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഞാനിതെല്ലാം പറഞ്ഞത് അത്ര മികച്ച ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം കോട്ടയത്തിന് അന്നും ഇന്നും നൽകിക്കൊണ്ടാണ് ഈ മഹത്തായ കോളേജ് നിൽക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഇന്ന് നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളെല്ലാം ചെലവാക്കുന്ന തുക എത്രയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ കോളേജിനോടനുബന്ധിച്ച് CNI മിഷനറിമാർ തുടങ്ങി വെച്ച ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മളുടെ എല്ലാം ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും നമ്മളെല്ലാം എങ്ങനെയെല്ലാം രീതിയിൽ സ്വാധീനിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. CMS മിഷനറിമാർ ലിബറൽ വിദ്യാഭ്യാസത്തിന്റെ ആളുകളായിരുന്നു. നമ്മളൊന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്, കർശനമായ അച്ചടക്കത്തിന്റെ വാളോ ഖഡ്ഗങ്ങളോ ഓന്നിക്കൊണ്ടല്ല CMS കോളേജ് ഈ കോട്ടയത്തിന്റെ അജണ്ട തീരുമാനിച്ചത്. തലമുറയായി കടന്നുപോയ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുത്തത് കർശനമായ അച്ചടക്കത്തിന്റെ വാളോങ്ങിക്കൊണ്ടായിരുന്നില്ലല്ലോ. ഏറ്റവും സൗഹൃദം നിറഞ്ഞ ഒരു ക്യാമ്പസ്, ഏറ്റവും സ്നേഹമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കോളേജ്, അതാണ് അവർ നമുക്ക് നൽകിയിട്ട് പോയത്. സഹിഷ്ണുതയും സ്നേഹവും, എല്ലാത്തിനെയും സഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണാനുള്ള മനോഭാവവും നമ്മളൊന്നും അറിയാതെ നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് കടത്തിവിട്ടത് ഈ മഹത്തായ കോളേജാണെന്ന് നാം ഓർക്കണം. അങ്ങനെ ചുരുക്കത്തിൽ ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമുണ്ട്, സംസ്കൃതം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്കത് സംസ്കൃതത്തിൽ ചൊല്ലാൻ കഴിയില്ല. ഒരമ്മ ഏതെല്ലാം തരത്തിലാണ് കുഞ്ഞിനെ പോറ്റിയിട്ടുള്ളത്,
എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടാണ്, എന്തെല്ലാം സ്നേഹം നൽകിയിട്ടാണ്. അതിന് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും തരത്തിൽ അത് തിരിച്ചു കൊടുത്താൽ അത് അതിനുള്ള ഒരു 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 മറുപടിയാണോ? ഈ കോളേജിന് തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്നുമില്ല. കാരണം അത്രമേൽ നമ്മളെ രൂപപ്പെടുത്തുകയും നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുകയും നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാവുകയും നമ്മളെ സ്നേഹത്തോടെ വഴിപിടിച്ച് നടത്തുകയും ചെയ്ത ഒരു മഹത്തായ സ്ഥാപനമാണ് CMS കോളേജ്. വ്യക്തിപരമായി ഞാൻ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ 5ഓ 6ഓ തലമുറ മുമ്പ് കടന്നു പോന്നിട്ടുള്ള ആ കോളേജിൻ്റെ പടി കടന്നു പോയിട്ടുള്ള എല്ലാവരും ഏതെല്ലാം തരത്തിലാണ് ആ കോളേജിനോട് കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ഈ മഹത്തായ ഒരു സ്ഥാപനം നിലനിൽക്കുക, അത് കൂടുതൽ വികസിക്കുക, കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക, കോട്ടയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി, ചിഹ്നമായി അത് നിലനിൽക്കുക എന്നുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യമാണ്. അങ്ങനെ ഒരു നിലനിൽപ്പിലൂടെ മാത്രമാണ് ഈ കോളേജ് നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ സേവനങ്ങളെ നമുക്ക് അനുസ്മരിക്കാനാവൂ, അതിനേതെങ്കിലും തരത്തിലുള്ള മറുപടി പറയാനാവൂ എന്ന് ഞാൻ കരുതുന്നു. ഇത്തരമൊരു ഒരു സമ്മേളനം ഈ 200ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഈ ചാപ്റ്ററിന്, ഈ ഘടകത്തിന് തികഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടും എനിക്കതിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.